Good morning, all. നമ്മൾ മൊഡ്യൂൾ 4 ആണ് എടുക്കുന്നത്. സർക്യൂട്ട്സ് ആൻഡ് നെറ്റ്വർക്ക്സിൻ്റെ ഫസ്റ്റ് മൊഡ്യൂൾ കഴിഞ്ഞു. ദെൻ 4 and 5 ആണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ. അപ്പോൾ ഫോർത്ത് മൊഡ്യൂൾ എന്ന് പറയുന്നത് പവർ റിലേഷൻസ് ഇൻ എ സി സർക്യൂട്ട്സ്. നിങ്ങൾ അതിൻ്റെ റിവ്യൂ ക്ലാസ് ആണ്. റിവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇൻട്രൊഡക്ഷൻ ടു ഇലക്ട്രിക്കൽ എന്ന് പറയുന്ന ബേസിക് ഇലക്ട്രിക്കലിൻ്റെ പേപ്പറിൽ എന്താണ് പവർ, ആക്റ്റീവ്, റിയാക്റ്റീവ്, അപ്പാരൻറ്റ് പവർ, പവർ ഫാക്ടർ, കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരിക്കും. അതിനെ ഒന്ന് ഓർമ്മിക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ കോംപ്ലക്സ് പവർ എന്ന് പറയുന്ന കൺസെപ്റ്റ്, അത്രയുമാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം പവർ റിലേഷൻസ് ഇത് ചക്രവർത്തിയുടെ ടെക്സ്റ്റ് ബുക്കാണ്. സർക്യൂട്ട്സിന് ചക്രവർത്തിയുടെ ടെക്സ്റ്റ് ബുക്ക് അല്ലെങ്കിൽ സുധാകർ അങ്ങനെ ടെക്സ്റ്റ് ബുക്ക് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം ഈ ടോപ്പിക്ക്. അപ്പം ഇവിടെ നമ്മൾ പവർ റിലേഷൻസ് ആണ് പഠിക്കുന്നത്. എ സി സർക്യൂട്ടിൽ എ സി ആൻഡ് ഡി സി എന്നുള്ള ഡിഫറൻസ് ഒക്കെ അറിയാമെന്ന് വിചാരിക്കുന്നു. പവർ റിലേഷൻസ് എന്ന് പറയുന്നത് ഏതൊക്കെ പവറാണ് എ സി സർക്യൂട്ടിൽ. നമ്മൾ ഡി സി ആണെങ്കിൽ വി ഇൻറ്റു ഐ എന്ന് നമ്മളൊരു പവർ കണ്ടുപിടിക്കും, വോൾട്ടേജ് ഇൻറ്റു കറണ്ട്. എ സി വരുമ്പോഴുള്ള ഡിഫറൻസസ് എന്ന് പറയുന്നത് ഒരു എ സി സർക്യൂട്ട് എന്ന് പറയുന്നത് ഡി സിയിലാണെങ്കിൽ നമ്മുടെ കമ്പോണൻ്റ് എന്ന് പറയുന്നത് ഒരു റെസിസ്റ്റീവ് കമ്പോണൻ്റ് ആയിരിക്കും, പാസീവ് എലമെൻ്റായിട്ട് ഉള്ളത്. അപ്പം നമുക്ക് അതിന് അക്രോസുള്ള പൊട്ടൻഷ്യൽ വോൾട്ടേജ് വി ആണ്. ദെൻ അതിലുള്ള കറണ്ട് ഐ ആണെങ്കിൽ പവർ ഇസ് ഈക്വൽ ടു വി ഇൻറ്റു ഐ. അത്രയും മാത്രമേ നമുക്ക് അറിയേണ്ട ആവശ്യമുള്ളൂ ഇൻ ദ കേസ് ഓഫ് എ ഡി സി സർക്യൂട്ട്. ബട്ട് ഇൻ ദ കേസ് ഓഫ് എൻ എ സി സർക്യൂട്ട് പവർ എന്ന് പറയുന്നത് വിച്ച് ഈസ് ഈക്വൽ ടു ഒരു സിംഗിൾ ഫേസ് പവർ എന്ന് പറയുന്നത് വി ഐ കോസ് ഫൈ ആണ്. വി ഐ ഇൻറ്റു കോസ് ഫൈ. വാട്ട് ഈസ് കോസ് ഫൈ? കോസ് ഫൈ എന്ന് പറയുന്നത് പവർ ഫാക്ടറാണ്. എന്നുവെച്ചാൽ ഡിപ്പെൻഡിങ് ഓൺ ദ പവർ ഫാക്ടർ പവർ കൺസംഷൻ എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിട്ടിരിക്കും. അപ്പം പവർ ഫാക്ടർ എന്ന് പറയുന്ന കാര്യം എന്താണ്, അതുപോലെ പവർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പവർ ഏതൊക്കെയാണ്, അതൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പം ഒരു സർക്യൂട്ടിലെ ഇൻസ്റ്റൻറ്റേനിയസ് പവർ എന്ന് പറയുന്നത് ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിൽ വോൾട്ടേജും കറണ്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് ഇൻസ്റ്റൻറ്റേനിയസ് പവർ കിട്ടുന്നത്. അപ്പം നമ്മളിവിടെ സംസാരിക്കുന്ന എ സി സർക്യൂട്ടാണ്. എ സിയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു റെസിസ്റ്റൻസ് എന്ന് പറയുന്ന കാര്യം മാത്രമല്ല, റെസിസ്റ്റൻസ്, ഇൻഡക്റ്റൻസ്, കപ്പാസിറ്റൻസ്, ഈ 3 എലമെൻസിൻ്റെയും എഫക്റ്റ് വരും എ സി സർക്യൂട്ടിൽ. സോ നമ്മൾ ഇവരെല്ലാം കൂടി ചേർത്ത് ഇംപീഡൻസ് എന്നാണ് വിളിക്കുന്നത്. അപ്പം ഡി സി ആണെങ്കിൽ നമുക്ക് റെസിസ്റ്റീവ് സർക്യൂട്ട് റെസിസ്റ്റൻസ് മാത്രം സംസാരിച്ചാൽ മതി. പക്ഷേ എ സി സർക്യൂട്ടിൽ റെസിസ്റ്റർ, ഇൻഡക്ടർ, കപ്പാസിറ്റർ ഇതിൽ 3ലും ഉള്ള എഫക്ട്സ് പഠിക്കണം. അത് 3ഉം കൂടെ ചേരുന്നതാണ് ഇംപീഡൻസ് എന്ന് പറയുന്ന വാല്യൂ. സോ ഇംപീഡൻസിന് അനുസരിച്ചിട്ടാണ് സർക്യൂട്ടിലെ കറണ്ടൊക്കെ വേരി ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇനി ഓരോ എലമെൻറ്റ്സ് ആയിട്ട് എടുക്കുന്നു. ഓരോ റെസിസ്റ്റീവ് എലമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, റെസിസ്റ്ററിലൂടെയുള്ള കറണ്ട് ആൻഡ് വോൾട്ടേജ് ആർ ഇൻ ഫേസ്. അതൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമോ? ഇതാണ് നമ്മുടെ വോൾട്ടേജിൻ്റെ ഒരു ഫേസർ എന്ന് വിചാരിക്കുക. വോൾട്ടേജാണ് ഈ മാർക്ക് ചെയ്യുന്നത്. വോൾട്ടേജ് ഇതൊരു ഫേസറാണ്. ഫേസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമോ, സ്കെയിലാർ, വെക്റ്റർ ആൻഡ് ഫേസർ, 3 കാര്യങ്ങളുണ്ട്. സ്കെയിലാർ എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. വെക്റ്റർ എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ കാണും. ദെൻ ഫേസർ മീൻസ് എന്തൊക്കെയുണ്ട്, മാഗ്നിറ്റ്യൂഡ്, ഡയറക്ഷൻ ആൻഡ് ആംഗിൾ ഓഫ് റൊട്ടേഷൻ. ഇത് 3ഉം കൂടെ ചേരുന്നതിനെയാണ് നമ്മൾ ഫേസർ എന്ന് വിളിക്കുന്നത്. അപ്പം ഇതൊരു വോൾട്ടേജിൻ്റെ ഫേസറാണ് വരച്ചത് ത്രൂ എ റെസിസ്റ്റർ. സോ അതിനകത്തുള്ള കറണ്ട് എന്ന് പറയുന്നത് ഇൻ ഫേസ് വിത്ത് വോൾട്ടേജ് ആയിരിക്കും. വി ആൻഡ് ഐ ആർ ഇൻ ഫേസ്. ദർ ഈസ് നോ ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ വി ആൻഡ് ഐ. ഇനി എന്താണ് ഫേസ്, എന്താണ് ഫേസ് ഡിഫറൻസ്? നമ്മളൊരു ഈ വോൾട്ടേജ് വേവ് ഫോം തന്നെ വരയ്ക്കാം. ഞാനിപ്പോൾ അടുത്തൊരു വോൾട്ടേജ് വേവ് ഫോം വരയ്ക്കുകയാണ്. ദിസ് ഈസ് വോൾട്ടേജ് വി. വിയുടെ ഒരു ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ ആണ് ഞാൻ വരച്ചത്, വോൾട്ടേജ് വി. ഈ വോൾട്ടേജ് എ സി വോൾട്ടേജാണ് നമ്മൾ റെസിസ്റ്ററിൽ അപ്ലൈ ചെയ്യുന്നതെന്ന് വിചാരിക്കാം. ഇങ്ങനൊരു വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പം ഇതിൽ കൂടെ ഉണ്ടാകുന്ന ഫ്ലോ ചെയ്യുന്ന കറണ്ടിനെ ഐ എന്ന് ഞാൻ വിളിക്കുന്നു. റെസിസ്റ്റൻസ് ആറാണ്. അപ്പം ഐ എന്ന് പറയുന്ന ഒരു കറണ്ട് ഫ്ലോ ചെയ്യും. ഈ കറണ്ട് എന്ന് പറയുന്നത് അതിൻ്റെ വാല്യൂ ഡിപ്പെൻഡിങ് ഓൺ ദ റെസിസ്റ്റൻസ്, കറണ്ടിൻ്റെ വാല്യൂ വ്യത്യാസപ്പെടാം. റെസിസ്റ്റൻസ് കുറവാണെങ്കിൽ അതിനനുസരിച്ച്. അപ്പം ഞാൻ അതിൻ്റെ ഒരു ഫേസർ വരയ്ക്കുകയാണ്. അപ്പം ഇവിടെ 0-ലാണ് സ്റ്റാർട്ട് ചെയ്തത് വോൾട്ടേജ്. അതേ ഫേസിൽ തന്നെ ആയിരിക്കും ആര് പോകുന്നത്, കറണ്ടും പോകുന്നത്. കറണ്ടിൻ്റെ ഫേസറാണ് ഈ വരച്ചത്. മനസ്സിലായോ? ഇതാണ് കറണ്ടിൻ്റെ ഫേസർ. അതായത് കറണ്ടിൻ്റെ സൈൻ വേവ് ആണ് പോകുന്നത്. അത് വോൾട്ടേജ് ഇവിടെ 0 സ്റ്റാർട്ട് ചെയ്യുന്നു. ഇവിടെ അടുത്ത പൈയിൽ 2π ഇങ്ങനെയാണ് പോകുന്നത്. π/2 അതിൻ്റെ പീക്ക് വരും. പൈയിൽ അടുത്ത 0 ക്രോസ് ചെയ്യും. ദെൻ നെഗറ്റീവ് വോൾട്ടേജ് നെഗറ്റീവ് ഫേസാണ്. അത് കഴിഞ്ഞിട്ട് വരുന്നത്
ടു പൈയിലെത്തുമ്പോഴത്തേക്ക് ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആവും. ആ സൈക്കിള് എവിടെയാണോ ആ വോൾട്ടേജ് വേവ് ഫോം മീറ്റ് ചെയ്യുന്ന അതേ ഫേസിൽ തന്നെയായിരിക്കും, അതേ ആംഗിളിൽ തന്നെയായിരിക്കും കറണ്ടിൻ്റെ വേവ് ഫോമും പോകുന്നത്. ഇതിനെയാണ് ഇൻ ഫേസ് എന്ന് പറയുന്നത്. വോൾട്ടേജ് ആൻഡ് കറണ്ട് ആർ ഇൻ ഫേസ് ഇൻ ദ കേസ് ഓഫ് എ റെസിസ്റ്റർ. ഇനി നമ്മൾ ഇതേ സംഭവം തന്നെ ഒരു ഇൻഡക്ടറിൻ്റെ കേസ് എടുക്കാമെന്ന് വിചാരിക്കാം. ഇൻഡക്ടർ നമുക്കിപ്പോൾ AC സർക്യൂട്ടാണ്, സോ നമുക്ക് ഇൻഡക്ടറും കപ്പാസിറ്ററും എല്ലാം പഠിക്കാനുണ്ട്. അപ്പം നമ്മളിനിയും ഒരു ഇൻഡക്ടർ എടുക്കുകയെന്ന് വിചാരിക്കാം. അപ്പോൾ വോൾട്ടേജ് ഫേസർ നമ്മൾ വരച്ചു. ഒരു ഇൻഡക്റ്റീവ് സർക്യൂട്ടാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നൊരു വോൾട്ടേജ്. ദെൻ ഇതിൻ്റെ കറണ്ട് എന്ന് പറയുന്നത് എന്താ? വോൾട്ടേജ് ആൻഡ് കറണ്ട് എന്ന് പറയുന്നത് എന്താ? കറണ്ട് ഇൻ ആൻ ഇൻഡക്ടർ. നമ്മളിനി പഠിക്കുന്ന മെഷീൻസ്, ഇലക്ട്രിക്കൽ മെഷീൻസ് എല്ലാം ഇൻഡക്റ്റീവ് ലോഡാണ്, ഇൻഡക്റ്റീവ് മെഷീൻസാണ്. ഇൻഡക്റ്റീവ് മീൻസ് നമ്മൾ വയ്ക്കുന്ന കോയിൽ എന്ന് പറയുന്നത് ഇൻഡക്റ്റൻസ് ആണ് അതിന് കൂടുതലായിട്ട് വരുന്നത്. അപ്പം ഇൻഡക്റ്റീവ് എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് ഈസ് ലാഗിങ് ദ വോൾട്ടേജ്, കറണ്ട് ലാഗ്സ് വോൾട്ടേജ്. കറണ്ട് ലാഗ്സ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ വോൾട്ടേജിൻ്റെ ഫേസർ ഇങ്ങനെയാണ് പോകുന്നത്. ഇതാണ് വോൾട്ടേജിൻ്റെ ഫേസർ. കറണ്ടിൻ്റെ ഫേസർ എന്ന് പറഞ്ഞാൽ ഡിപ്പെൻഡിങ് ഓൺ ദ വാല്യൂ ഓഫ് ഇൻഡക്റ്റൻസ്. എല്ലിൻ്റെ വാല്യൂ, എൽ എന്ന് പറയുന്നത് ഇൻഡക്റ്റൻസ് ആണ്. XL എന്ന് പറയുന്നത് 2πfL ഇസ് ദ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ്. സോ ഡിപ്പെൻഡിങ് ഓൺ ദാറ്റ് വാല്യൂ എന്താ കറണ്ടിൻ്റെ വാല്യൂ ഡിഫറെൻ്റ് ആയിരിക്കും. സോ കറണ്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? ലാഗ്സ്. I ഈസ് ലാഗിങ് വോൾട്ടേജ് V, I ലാഗ്സ് V. അപ്പം I ലാഗ്സ് V എന്ന് പറഞ്ഞാൽ എങ്ങനെ വരും അതിൻ്റെ ഡയഗ്രാം? കറണ്ട് ഒരു സ്മോൾ കറണ്ട് ആണെങ്കിലും ഇറ്റ് ലാഗ്സ്. എന്താണ് അതിൻ്റെ മീനിങ്? ഇവിടെ ഒരു വാല്യൂ കണ്ടോ? ദിസ് ഈസ് കോൾഡ് ഫൈ. ഇത് വോൾട്ടേജ് വേവ് ഫോമാണ്, ഇത് കറണ്ടിൻ്റെ വേവ് ഫോമാണ്. അപ്പോൾ വോൾട്ടേജിൻ്റെ വേവ് ഫോം 0-ൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 5 ആംഗിൾസ് കഴിഞ്ഞിട്ട് മാത്രമേ കറണ്ട് വേവ് ഫോം സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അതിനെയാണ് ലാഗിങ് ഓഫ് ഫൈ വിത്ത് റെസ്പെക്ട് ടു V എന്ന് പറയുന്നത്. കറണ്ടിൻ്റെ വാല്യൂ സ്റ്റാർട്ട് ചെയ്യാൻ ഒരു 5 ആംഗിൾ കഴിയണം. അപ്പോൾ വോൾട്ടേജ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും ഒരു 5 ആംഗിൾ കഴിഞ്ഞിട്ട് മാത്രമേ കറണ്ട് വേവ് ഫോം സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അതിനെയാണ് ഫേസ് ഡിഫറൻസ് ഫൈ എന്ന് പറയുന്നത്. ഫേസിൻ്റെ ഡിഫറൻസ്, ഫേസ് ഡിഫറൻസ് ഈസ് 5. അതാണ് അവിടെ കാണിക്കുന്നത്. അപ്പം ഫേസ് ഡിഫറൻസ് 5 ഉണ്ട്. അങ്ങനെ ഉള്ള ഒരു സിസ്റ്റം എടുത്താൽ ഇത് വോൾട്ടേജ്, ഇത് കറണ്ട്, ദെൻ ദിസ് ഈസ് എന്താ ഫേസ് ഡിഫറൻസ്. സോ VI ഇൻറ്റു കൊസൈൻ ഓഫ് ദിസ് ആംഗിൾ ആണ് പവർ ഓഫ് എ സിംഗിൾ ഫേസ് സർക്യൂട്ട് എന്ന് പറയുന്നത്. ഇനി നമുക്കൊരു കപ്പാസിറ്റീവ് സർക്യൂട്ട് എടുക്കാം. കപ്പാസിറ്റീവ് സർക്യൂട്ട് എന്ന് പറയുമ്പം നിങ്ങൾക്കറിയാം കപ്പാസിറ്റൻസ് ഈസ് C, കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് ഈസ് XC. ഇതിൻ്റെ കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് XC ആണ്. ഇനി ഇവിടെ നമ്മളൊരു വോൾട്ടേജ് ഇതിന് അക്രോസ് കൊടുത്ത് ഇതിലൂടെയുള്ള കറണ്ട് നോക്കുന്നു, അവരുടെ ഫേസർ വരയ്ക്കാം. അപ്പം വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള ഫേസർ എന്ന് പറഞ്ഞാൽ എന്താണ്? കറണ്ട് ലീഡ്സ് ബൈ സം ആംഗിൾ. ഇതൊരു വോൾട്ടേജ് വേവ് ഫോം ആണ് വരച്ചിരിക്കുന്നത്. കറണ്ട് വേവ് ഫോം എന്ന് പറയുന്നത് നേരത്തെ 0 ക്രോസ് ചെയ്യുന്നൊരു സർക്യൂട്ടാണ്. ഇതാണ് കറണ്ടിൻ്റെ വേവ് ഫോം എന്ന് പറയുന്നത്. ഉണ്ട്, ഇവിടെ ഒരു ഫേസ് ഡിഫറൻസ് 5 ഉണ്ട്. ഇത് കറണ്ടിൻ്റെ വേവ് ഫോം, ഇത് വോൾട്ടേജിൻ്റെ വേവ് ഫോമാണ്. അപ്പം ഫേസ് ഡിഫറൻസ് എന്ന് പറയുന്നത് കറണ്ടും വോൾട്ടേജിനും ഇടയ്ക്കുള്ള ആംഗിളിൻ്റെ കൊസൈൻ എടുക്കുമ്പോഴാണ് പവർ ഫാക്ടർ കിട്ടുക, cos φ. അപ്പം VI cos φ ആണ് ഇവിടെയും വരുന്നത്. ഇവിടെ എന്ന് പറയുന്നത് കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് ആൻഡ് എഫക്റ്റൻസ് അനുസരിച്ചിട്ടാണ് വ്യത്യാസം വരുന്നത്. അപ്പം കറണ്ട് എന്ന് പറയുന്നത് ലീഡ്സ് ദ വോൾട്ടേജ്. കറണ്ട് നമ്മൾ കൊടുത്ത് കുറേ നേരം കഴിയുമ്പോഴാണ് ഇതിന് അക്രോസ് വോൾട്ടേജ് ബിൽഡപ്പ് ചെയ്യുന്നത് എന്നാണ് അവിടുത്തെ മീനിങ്. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു ഇൻസ്റ്റൻറ്റേനിയസ് പവർ എഴുതുന്നു. ഇൻസ്റ്റൻറ്റേനിയസ് പവർ എന്ന് പറഞ്ഞാൽ എന്താ? പവർ ഇസ് ഈക്വൽ ടു V ഇൻറ്റു I ആണെന്നറിയാം. ഇൻസ്റ്റൻറ്റേനിയസ് പവർ എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റൻറ്റേനിയസ് വോൾട്ടേജ് ഇൻറ്റു ഇൻസ്റ്റൻറ്റേനിയസ് കറണ്ടാണ്. ദാറ്റ് ഇസ് Vയും Iയും സ്മോൾ ലെറ്റർ എഴുതിയിരിക്കുന്നത് ഇൻസ്റ്റൻറ്റേനിയസ് എന്ന് സൂചിപ്പിക്കാനാണ്. ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ ഓഫ് V എന്ന് പറയുന്നത് VM സൈൻ ഒമേഗ ടി ആണ്. നമ്മളൊരു സൈൻ വേവ് എടുത്തു, നമ്മൾ V ആണ് റെഫറൻസ് എടുക്കുന്നതുകൊണ്ടാണ് VM സൈൻ ഒമേഗ ടി എന്ന് എടുത്തു. അപ്പം ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ എഴുതാൻ അറിയായിരിക്കും. VM സൈൻ ഒമേഗ ടി എന്ന് പറഞ്ഞാൽ VM ഇസ് ദ പീക്ക് വാല്യൂ, ഒമേഗ എന്ന് പറയുന്നത് ആംഗുലർ ഫ്രീക്വൻസി, ടി എന്ന് പറഞ്ഞാൽ ടൈം. ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ T = 1, 2, 3 എത്ര സെക്കൻഡ് അങ്ങനെ നമുക്ക് കൊടുക്കാം. അപ്പോൾ V = VM സൈൻ ഒമേഗ ടി ആണ്. അതുപോലെ സ്മോൾ I ഇൻസ്റ്റൻറ്റേനിയസ് കറണ്ട് IM സൈൻ ഒമേഗ ടി മൈനസ് 5. സൈൻ ഒമേഗ ടി മൈനസ് 5 എന്നുണ്ടോ? സൈൻ ഒമേഗ ടി മൈനസ് 5 എന്നാണ് എടുത്തിരിക്കുന്നത്. ഇറ്റ് മീൻസ് കറണ്ട് ലാഗ്സ് ബൈ സം വാല്യൂ 5. അപ്പോൾ 5 എന്ന് പറയുന്ന ആംഗിൾ ലാഗ് ചെയ്താണ് കറണ്ട് ഇരിക്കുന്നത്.
എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പം അത് വെച്ചിട്ട് ഉള്ള ഇക്വേഷനാണ് എഴുതിയിരിക്കുന്നത്. വി എം സൈൻ ഒമേഗ ടി ഇൻറ്റു ഐ എം സൈൻ ഒമേഗ ടി -5. സോ ഇതിനെ എങ്ങനെ എഴുതിയിരിക്കുക? വി എം ഇൻറ്റു ഐ എം സൈൻ ഒമേഗ ടി ഇൻറ്റു സൈൻ ഒമേഗ ടി -5. സോ നമുക്ക് സിംപ്ലിഫിക്കേഷന് വേണ്ടി 1/2 × 2 എന്ന് എഴുതി ഇവിടെ 2 വി എം ഐ എം, അതായത് സൈൻ ഒമേഗ ടി ഇൻറ്റു സൈൻ ഒമേഗ ടി -5നെ എന്തെഴുതാം? സൈൻ എ സൈൻ ബി എന്നുള്ള ഇക്വേഷൻ പഠിച്ചിട്ടില്ലേ? സൈൻ എ സൈൻ ബി എന്ന് വരുന്നത് എപ്പോഴാണ്? കോസ് ഒമേഗ ടി മൈനസ് ഒമേഗ ടി +5 മൈനസ് കോസ് ഒമേഗ ടി പ്ലസ് ഒമേഗ ടി -5. അത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1/2 × വി എം ഐ എം. അപ്പം cos 5 മൈനസ് കോസ് 2 ഒമേഗ ടി -5. അപ്പം നമുക്ക് കിട്ടുന്നത് 2 ടേംസാണ്. ഹാഫ് ഓഫ് വി എം ഐ എം കോസ് 5 മൈനസ് ഹാഫ് ഓഫ് വി എം ഐ എം കോസ് 2 ഒമേഗ ടി -5. അപ്പം സെക്കൻഡ് ടേമിൽ ഡബിൾ ഫ്രീക്വൻസിയാണ് 2 × ഒമേഗ ടി ആണ് വരുന്നത്. സോ അതിൻ്റെ ആവറേജ് വാല്യൂ, മാഗ്നിറ്റ്യൂഡ് ഓഫ് ആവറേജ് വാല്യൂ ഓഫ് ദിസ് ടേം ഇസ് 0. അപ്പോൾ നമ്മൾ ആവറേജ് ഓഫ് സിനുസോയ്ഡൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഓഫ് ഡബിൾ ഫ്രീക്വൻസി ഓവർ എ കംപ്ലീറ്റ് സൈക്കിൾ ഇസ് 0. സോ നമ്മൾ ഇൻസ്റ്റൻറ്റേനിയസ് പവർ എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു വി എം ഐ എം കോസ് 5 മാത്രമേ എടുക്കുള്ളൂ, വിച്ച് ഈസ് ദ ആവറേജ് പവർ ഇൻ പാസീവ് സർക്യൂട്ട്. സോ നമുക്ക് ആവറേജ് വാല്യൂ ഇസിക്വൽ ടു ഹാഫ് ഇൻറ്റു വി എം ഐ എം കോസ് 5 എന്ന് കിട്ടും. നമുക്ക് പക്ഷേ മീറ്റേഴ്സിൽ നമ്മുടെ മെഷറിങ് എക്യുപ്മെൻറ്റ്സിലെല്ലാം RMS വാല്യൂ ആണ് കിട്ടുന്നത്. സോ വി എം ഐ എം ബൈ 2നെ വി എം √2 ഇൻറ്റു ഐ എം √2 എന്ന് എഴുതുന്നു. വി എം √2 എന്ന് പറയുന്നത് എന്താ? RMS വാല്യൂ ആണ്, വി ആണ്. ക്യാപിറ്റൽ നിങ്ങൾ അത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചോണം. സ്മോൾ വി എന്ന് പറയുന്നത് ഇൻസ്റ്റൻറ്റേനിയസ് വോൾട്ടേജ് ആണ്. ദിസ് ഈസ് ഇൻസ്റ്റൻറ്റേനിയസ് കറണ്ട്. വി എം എന്ന് പറയുന്നത് പീക്ക് വാല്യൂ ആണ്. ഐ എം എന്ന് പറയുന്നതും പീക്ക് വാല്യൂ ഓഫ് കറണ്ട് ആണ്. അതുപോലെ ക്യാപിറ്റൽ വി ആൻഡ് ഐ എന്ന് എഴുതുന്നത് RMS വാല്യൂ ആണ്. ഓക്കെ, അപ്പം വി ഇൻറ്റു ഐ ഇൻറ്റു കോസ് 5 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ദ ഇക്വേഷൻ ഫോർ സിംഗിൾ ഫേസ് പവർ. അപ്പോൾ നമുക്ക് വി ഐ കോസ് 5 എന്ന് കിട്ടി. ഇനി ഫൈയുടെ വാല്യൂ കണ്ടോ? പ്യുവർലി റെസിസ്റ്റീവ് ആണെങ്കിൽ എങ്ങനെ വരുമെന്ന് ഞാൻ പറഞ്ഞേ. ദിസ് ഈസ് വോൾട്ടേജ് ആൻഡ് ദിസ് ഈസ് കറണ്ട്. വി ആൻഡ് ഐ ആർ ഇൻ ഫേസ്. അപ്പോൾ നമുക്ക് വരുന്നത് ഡയഗ്രാം ഇങ്ങനെയായിരിക്കും. ഫേസ് ഇത് രണ്ട് ഇൻ ഫേസിൽ കിടക്കുകയാണ്. സോ ദർ ഇസ് നോ ഫേസ് ഡിഫറൻസ്, ദാറ്റ് ഈസ് ഫൈ ഇസിക്കൽ ടു 0. അപ്പോൾ നമ്മുടെ ഇക്വേഷനിൽ ഫൈക്ക് 0 കൊടുക്കുക. ഫൈക്ക് 0 കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന എന്താ? പവർ ഇസിക്കൽ ടു വി ഐ കോസ് 0 1 ആണ്. സോ പവർ ഇസിക്കൽ ടു വി ഐ വാട്ട്സ് എന്ന് കിട്ടും. ദെൻ അടുത്ത കേസ് എന്ന് പറയുന്നത് നമുക്ക് പ്യുവർലി കപ്പാസിറ്റീവ് സർക്യൂട്ട് ആണെങ്കിൽ എന്ത് വരും? കപ്പാസിറ്റീവ് സർക്യൂട്ട് എന്ന് പറയുമ്പം വോൾട്ടേജ് ഫേസർ ഇതാണ്. അപ്പോൾ കറണ്ടിൻ്റെ ഫേസർ എന്ന് പറഞ്ഞാൽ എന്താ? ലീഡിങ് ആയിരിക്കും. പ്യുവർലി കപ്പാസിറ്റീവ് ആണെങ്കിൽ ഇറ്റ് ലീഡ്സ് ബൈ 90 ഡിഗ്രി ലീഡ് ചെയ്തിരിക്കും. സോ വി ഐ കോസ് 90 വിച്ച് ഈസ് ഈക്വൽ ടു കോസ് 90 is 0. അതുപോലെ പ്യുവർലി ഇൻഡക്റ്റീവ് സർക്യൂട്ട് ആണെങ്കിൽ എങ്ങനെ വരും? പ്യുവർലി ഇൻഡക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്യുവർലി ഇൻഡക്റ്റീവ് എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി ലാഗിങ് കറണ്ടാണ്, ലാഗ് ചെയ്യുവാണ് ഇൻഡക്ടറിൽ. സോ അഗെയിൻ വി ഐ കോസ് -90 കോസ് 90 എന്ന് പറയുന്നത് അഗെയിൻ 0 ആണ്. സോ ആവറേജ് പവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണിത്. ആവറേജ് പവർ ഇൻ എ പ്യുവർലി കപ്പാസിറ്റീവ് സർക്യൂട്ട് ആൻഡ് പ്യുവർലി ഇൻഡക്റ്റീവ് സർക്യൂട്ട് ഇസ് 0. റെസിസ്റ്റീവ് സർക്യൂട്ട് ആണെങ്കിൽ വി ഇൻറ്റു ഐ, ദറ്റ് ഈസ് കോസ് 0 1 ആണ്. സോ വി ഇൻറ്റു ഐ എന്ന് കിട്ടും. ഇത് സോൾവ് ചെയ്തിരിക്കുകയാണ് എങ്ങനെയാണ് 0 കിട്ടുന്നതെന്ന്. ദെൻ നമുക്ക് അറിയേണ്ട കൺസെപ്റ്റ് എന്ന് പറയുന്നത് പവർ ഫാക്ടർ എന്ന് പറയുന്ന കൺസെപ്റ്റാണ്. ഞാൻ പറഞ്ഞു പവർ ഫാക്ടർ എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ വി എന്ന് പറയുന്നൊരു വോൾട്ടേജ് എടുത്തു. കറണ്ട് ഇൻ ഫേസ് ആണെങ്കിൽ ഇത് റെസിസ്റ്ററാണ്. സോ നമുക്ക് കറണ്ട് മോസ്റ്റ്ലി ലാഗിങ് കറണ്ട് ആയിരിക്കും കിട്ടുക. സം ആൻ ആംഗിൾ ഫൈ. സോ കൊസൈൻ ഓഫ് ദിസ് ആംഗിൾ ഗീവ്സ് പവർ ഫാക്ടർ. ദ ടേം കോസ് 5 നമുക്ക് വി ഐ കോസ് 5 കോസ് 5 എന്ന് കിട്ടിയല്ലോ. അതിനെയാണ് നമ്മൾ പവർ ഫാക്ടർ എന്ന് പറയുന്നത്. കൊസൈൻ ഓഫ് ആംഗിൾ ബിറ്റ്വീൻ വോൾട്ടേജ് ആൻഡ് കറണ്ട് ഇൻ എൻ എ സി സർക്യൂട്ട് ഇസ് നോൺ ആസ് പവർ ഫാക്ടർ. റെസിസ്റ്റീവ് സർക്യൂട്ടിൽ എന്തായിരിക്കും? നമ്മൾ പറഞ്ഞു റെസിസ്റ്റർ ആണെങ്കിൽ ദർ ഇസ് നോ ഫേസ് ഡിഫറൻസ്, ഫൈ ഇസിക്കൽ ടു 0. ദെർഫോർ കോസ് 0 ഇസിക്കൽ ടു 1. ദെൻ കോസ് 5യുടെ ഡിഫറെൻറ്റ് എക്സ്പ്രഷൻസ് ആണ്. കോസ് 5 ഇസ് ഈക്വൽ ടു R/Z. ഇതൊക്കെ പഠിച്ചു വയ്ക്കണം, പ്രോബ്ലത്തിൽ ആവശ്യം വരും. കോസ് 5 ഇസ് ഈക്വൽ ടു R/Z. അപ്പം ഈ എക്സ്പ്രഷൻസ് എല്ലാം പഠിക്കുക. കോസ് 5 ഇസ് ഈക്വൽ ടു R/Z, റെസിസ്റ്റൻസ് ബൈ ഇംപിഡൻസ്, ഓർ കോസ് 5 ഇസ് ഈക്വൽ ടു P/S. അതായത് നമ്മൾ കുറച്ച് കാര്യങ്ങളോട് അറിയാനുണ്ട്. അതായത് പവർ, ഡിഫറെൻറ്റ് പവേഴ്സ്, ആക്റ്റീവ് പവർ, റിയാക്റ്റീവ് പവർ,
അങ്ങനെ കുറേ കൺസെപ്റ്റ് ഉണ്ട്. അതായത് നമ്മൾ ഒരു പവർ ട്രയാങ്കിൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. പവർ ട്രയാങ്കിൾ വരച്ചു കഴിഞ്ഞാൽ പവറിൻ്റെ ട്രയാങ്കിളാണ് ഇത്. വി ഐ കോസ് ഫൈ, ദിസ് ഈസ് വി ഐ സൈൻ ഫൈ, ദിസ് ഈസ് വി ഇൻറ്റു ഐ. അപ്പം ഫൈ എന്ന് പറയുന്ന ആംഗിളാണ് ഇവിടെ വരുന്നത്. അപ്പം വി ഇൻറ്റു ഐ എന്ന് പറയുന്നത് അപ്പാരൻറ്റ് പവറാണ്. ഇത് ഫൈ ആംഗിളാണെങ്കിൽ ദിസ് ഈസ് വി ഐ കോസ് ഫൈ. അതറിയാമല്ലോ നിങ്ങൾക്ക്. ഓപ്പോസിറ്റ് ആംഗിൾ എന്ന് പറയുന്നത് എന്തായിരിക്കും? വി ഐ ഇൻറ്റു സൈൻ ഫൈ. അപ്പം ഇങ്ങനെ 3 കാര്യങ്ങളാണ് ഒരു പവർ ട്രയാങ്കിളിൽ വരുന്നത്. നമുക്കറിയാം വി ഐ ഇൻറ്റു കോസ് ഫൈ എന്ന് പറയുന്നതാണ് നമ്മുടെ ആക്ച്വൽ പവർ ഓർ പവർ കൺസ്യൂംഡ് എന്ന് പറയുന്നത്. വി ഐ കോസ് ഫൈ ആണ്. അതിനെ ആക്റ്റീവ് പവർ ഓർ ആക്ച്വൽ പവർ എന്ന് നമ്മൾ പറയും. ഇതിനെ നമ്മൾ വാട്ടിലാണ് നമുക്കിപ്പോൾ കിട്ടിയത്. വാട്ട് അല്ലെങ്കിൽ കിലോ വാട്ടിലാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. വി ഇൻറ്റു ഐ എന്ന് പറയുന്നത് അപ്പാരൻറ്റ് പവറാണ്. അപ്പാരൻറ്റ് പവർ എന്ന് പറയുന്നത് വി ഇൻറ്റു ഐ. ദിസ് ഈസ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ വോൾട്ട് ഇൻറ്റു ആംപിയർ അല്ലെങ്കിൽ കിലോ വോൾട്ട് ആംപിയർ ആയിരിക്കും യൂണിറ്റ്. ദെൻ വി ഐ സൈൻ ഫൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എ റിയാക്റ്റീവ് പവർ. റിയാക്റ്റീവ് എലമെൻറ്റ്സ് ആയ ഇൻഡക്ടറോ കപ്പാസിറ്ററോ സർക്യൂട്ടിലുണ്ടെങ്കിലാണ് റിയാക്റ്റീവ് പവർ വരിക. സോ വി ഐ സൈൻ ഫൈ ഈസ് വോൾട്ട് ആംപിയർ റിയാക്റ്റീവ് എന്നാണ് അതിൻ്റെ യൂണിറ്റ്, അല്ലെങ്കിൽ കിലോ വോൾട്ട് ആംപിയർ റിയാക്റ്റീവ്. സോ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഫൈ എന്ന് പറയുന്ന ആംഗിൾ നമുക്ക് എങ്ങനെ കിട്ടും? വി ഐ കോസ് ഫൈ ബൈ വി ഐ. വി ഐ കോസ് ഫൈ ബൈ വി ഐ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? പവർ ഫാക്ടർ കിട്ടും. സോ അതിനൊരു ഡിഫറെൻറ്റ് എക്സ്പ്രഷനാണ് പവർ ഫാക്ടറിൻ്റെ. വി ഐ കോസ് ഫൈ ബൈ വി ഐ. വി ഐ കോസ് ഫൈ ബൈ വി ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? വി ഐ കോസ് ഫൈ ഈസ് ആക്റ്റീവ് പവർ ഡിവൈഡഡ് ബൈ വോൾട്ട് ആംപിയർ, ദാറ്റ് ഈസ് അപ്പാരൻറ്റ് പവർ. ആക്റ്റീവ് പവർ ബൈ അപ്പാരൻറ്റ് പവർ. ദെൻ ഓരോ കണ്ടീഷനിൽ റെസിസ്റ്റീവ് ആണെങ്കിൽ പവർ ഫാക്ടർ ഈസ് 1 നമ്മൾ പറഞ്ഞു. വി യു ഐ യു ഇൻ ഫേസ് ആയിരിക്കും. പ്യുവർലി ഇൻഡക്റ്റീവ് ആണെങ്കിൽ പവർ ഫാക്ടർ 0 ലാഗിങ് ആണ്. ഇത് വോൾട്ടേജ്, ഇത് കറണ്ട്. വോൾട്ടേജും കറണ്ടും 90 ഡിഗ്രി ലാഗായിട്ടിരിക്കുമ്പം 0 പവർ ഫാക്ടറാണ്. ദാറ്റ് ഈസ് കോസ് 90 0 ആണ്. 0 പവർ ഫാക്ടർ ലാഗ് എന്നാണ് അതിന് പറയുന്നത്. അതുപോലെ കപ്പാസിറ്ററാണ് വരുന്നതെങ്കിൽ എന്ത് വരും? കപ്പാസിറ്റി സർക്യൂട്ടിൽ വോൾട്ടേജ് ഇങ്ങനെ പ്യുവർലി കപ്പാസിറ്റീവ് ആണെങ്കിൽ കറണ്ടും വോൾട്ടേജും 90 ഡിഗ്രി ഫേസ് ഡിഫറൻസിൽ. സോ ഇത് ലീഡിങ് ആണ്. കറണ്ട് ലീഡ് ചെയ്തിരിക്കുവാണ്, ഇങ്ങനെ വോൾട്ടേജിനേക്കാൾ ലീഡ് ചെയ്തിരിക്കുകയാണ് കറണ്ട്. സോ 0 പവർ ഫാക്ടർ ലീഡ് എന്ന് പറയും. ദെൻ RL സർക്യൂട്ടാണെന്ന് വിചാരിക്കുക. ഇതൊരു റെസിസ്റ്റീവും ഇൻഡക്റ്റീവും എലമെൻ്റ് ഉള്ളൊരു സർക്യൂട്ടാണെന്ന് വിചാരിക്കുക. സോ വോൾട്ടേജ് നമ്മളാണ് റെഫറൻസ് എടുക്കുന്നു. സോ പ്യുവർലി ഇൻഡക്റ്റീവ് ആണെങ്കിൽ ഇങ്ങനെയാണ് ഇരിക്കേണ്ടത്, വോൾട്ടേജും കറണ്ടും 90 ഡിഗ്രിയിലായിരിക്കേണ്ടത്. പക്ഷേ പ്യുവർലി ഇൻഡക്റ്റീവ് അല്ല, റെസിസ്റ്റീവ് എലമെൻറ്റും കൂടെ ഉണ്ട്. റെസിസ്റ്ററിൻ്റെ എഫക്റ്റ് എന്താ? വോൾട്ടേജും കറണ്ടും ഇൻ ഫേസിൽ കിടക്കാനാണ്. വി ആൻഡ് ഐ ഇൻ ഫേസിലിരിക്കാനാണ് റെസിസ്റ്ററിൻ്റെ ഇഷ്ടം. ഇൻഡക്ടറിനാണെങ്കിൽ വി ഐ 90 ഡിഗ്രിയിലിരിക്കണം. സോ രണ്ടിൻ്റെയും കൂടെ എഫക്റ്റ് കൊണ്ട് ഇതിനെ ഇങ്ങോട്ട് കുറച്ച് ഡ്രാഗ് ചെയ്യും. സോ ഒരു RL സർക്യൂട്ട് എന്ന് പറയുന്നത് ലാഗിങ് കോസ് ഫൈ ആയിരിക്കും. ദെൻ ഒരു RC നെറ്റ്വർക്ക് എന്ന് പറയുമ്പം നമുക്കൊരു റെസിസ്റ്ററും കപ്പാസിറ്ററും ഉള്ള നെറ്റ്വർക്ക് ആണെങ്കിൽ നമുക്കറിയാം റെസിസ്റ്ററിന് വി ആൻഡ് ഐ ഇൻ ഫേസിൽ വേണം. പക്ഷേ കപ്പാസിറ്ററിന് വിയും ഐയും 90 ഡിഗ്രി ലീഡായിട്ടിരിക്കണം. ദിസ് ഈസ് ഐ, ദിസ് ഈസ് വി. സോ ഇവരുടെ രണ്ടുപേരുടെ എഫക്റ്റ് കൊണ്ട് ഇവിടെ ഒരു സം ആംഗിളിലായിരിക്കും ആര് വരുന്നത്? ലീഡിങ് കോസ് ഫൈ. അപ്പം അപ്പാരൻറ്റ് പവർ എന്ന് പറയുന്നത് വി ഇൻറ്റു ഐ, ഞാൻ പറഞ്ഞിരുന്നു വോൾട്ട് ഇൻറ്റു ആംപിയർ. റിയാക്റ്റീവ് പവർ എന്ന് പറഞ്ഞാൽ വി ഐ സൈൻ ഫൈ ആണ്, വോൾട്ട് ആംപിയർ റിയാക്റ്റീവ്. അപ്പം ഓരോ എലമെൻറ്റിലും വരുന്ന റിയൽ പവർ, റിയാക്റ്റീവ് പവർ ആൻഡ് അപ്പാരൻറ്റ് പവറാണ്. ഇവിടെ പവർ ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട്, എങ്ങനെ പവർ ട്രയാങ്കിൾ കിട്ടുന്നതെന്ന്. ഇപ്പോൾ റെസിസ്റ്റർ ആണെങ്കിൽ നമുക്കറിയാം വി ഐ ഇൻറ്റു കോസ് ഫൈ. വി ഐ ഇൻറ്റു കോസ് ഫൈ ഈസ് എത്ര? വി യു ഐയും തമ്മിൽ ആംഗിൾ ഡിഫറൻസ് ഉണ്ടോ? ഇല്ല. സോ ഫൈ ഈസ് 0, കോസ് ഫൈ ഈസ് 1, വി ഇൻറ്റു ഐ. ദെൻ റിയാക്റ്റീവ് പറഞ്ഞാൽ വി ഐ സൈൻ ഫൈ. ഇപ്പോൾ സൈൻ 0 എന്ന് പറയുന്നത് 0. അപ്പം നമുക്ക് കിട്ടുന്ന അല്ലെങ്കിലും ടോട്ടൽ അപ്പാരൻറ്റ് പവറിൻ്റെ ഇക്വേഷൻ എന്തായിരിക്കും? ഇതാണ് നമ്മുടെ വി ഐ കോസ് ഫൈ എന്ന് പറയുന്നത്. ദിസ് ഇസ് വി ഐ സൈൻ ഫൈ. ദെൻ ടോട്ടൽ പൈത്തഗോറസ് തിയറം വെച്ചിട്ട് റൂട്ട് ഓഫ് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ ആണ് എസ് എന്ന് പറയുന്നത്. റൂട്ട് ഓഫ് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ. ആക്റ്റീവ് പവർ, റിയാക്റ്റീവ് പവർ ആൻഡ് അപ്പാരൻറ്റ് പവർ. റൂട്ട് ഓഫ് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ ആണ് എസ്. അപ്പം എപ്പോഴും എസ് എന്ന് പറയുന്നത് അപ്പാരൻറ്റ് പവർ എന്ന് പറഞ്ഞാൽ എന്ത് തന്നെ ആയിരിക്കും? വോൾട്ട് ഇൻറ്റു ആംപിയർ അല്ലെങ്കിൽ വി ഇൻറ്റു ഐ ആയിരിക്കും.
അപ്പോൾ ഇവിടെ ഒരു വലിയ വ്യത്യാസമൊന്നും വരത്തില്ല. വി ഇൻറ്റു ഐ ആണ് എല്ലാത്തിൻ്റെയും ടോട്ടൽ പവർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അപ്പാരൻറ്റ് പവർ എന്ന് പറയുന്നത്. അപ്പോൾ റിയൽ പവർ ഓർ ആക്റ്റീവ് പവർ എന്ന് പറയുന്നത് ഡിപ്പെൻഡ്സ് ഓൺ ഫൈ വേരി ചെയ്തിരിക്കും. അപ്പം ഇൻഡക്ടർ ആണെങ്കിൽ നമ്മൾ പറഞ്ഞു പ്യുവർലി ഇൻഡക്ടർ ആണെങ്കിൽ ദർ ഇസ് ഡിഫറൻസ് 90 ഡിഗ്രിയുടെ ഡിഫറൻസ് ആണ്. വി ഐ കോസ് 90 = 0, കോസ് 90 0 ആണെന്നറിയാം. സോ സൈൻ 91 ആണ്. സോ അപ്പോൾ റിയാക്റ്റീവ് എലമെൻ്റ് ആണ് വി ഐ. ദെൻ കപ്പാസിറ്റർ എടുത്തു കഴിഞ്ഞാൽ അഗെയിൻ കപ്പാസിറ്ററിൽ 90 ഡിഗ്രി ലീഡാണ് പ്യുവർലി കപ്പാസിറ്റർ. സോ വി ഐ കോസ് 90 is 0 നമ്മൾ പറഞ്ഞിരുന്നു. ആവറേജ് പവർ ഓഫ് ഇൻഡക്ടർ ആൻഡ് പ്യുവർലി ഇൻഡക്റ്റീവ് ആൻഡ് കപ്പാസിറ്റീവ് is 0. അപ്പം വി ഐ സൈൻ വരുമ്പം മാക്സിമം വി ഐ സൈൻ 90 ഇസ് വി ഐ. ദെൻ ആർ എൽ സർക്യൂട്ട് ആണെങ്കിൽ വി ഐ കോസ് 5 ദാറ്റ് ഈസ് 0-ക്കും 90-ക്കും ഇടയ്ക്കുള്ള ആംഗിളാണ്. അതുപോലെ ഇതെന്ന് പറയുമ്പോഴും വി ഐ കോസ് 5 0-ക്കും 90-ക്കും ഇടയ്ക്കുള്ള ഒരു ആംഗിളായിരിക്കും. അത്രേ ഉള്ളൂ. ദെൻ പവർ ട്രയാങ്കിൾ എന്ന് പറയുന്നത് നമ്മൾ വോൾട്ടേജും കറണ്ടും വരച്ചു. ഫസ്റ്റ് ഫിഗർ നോക്കിക്കോ. ഇവിടെ നമ്മളൊരു വോൾട്ടേജും കറണ്ടും വരച്ചു. ഇതൊരു ലാഗിങ് കറണ്ടാണ് വരച്ചിരിക്കുന്നത്. ഒരു ഇൻഡക്റ്റീവ് സർക്യൂട്ട് എന്നുള്ള കൺസെപ്റ്റിലാണ്. വോൾട്ടേജാണ് റെഫറൻസ്. വോൾട്ടേജിൽ നിന്നും കറണ്ടായി ലാഗ് ചെയ്യുന്നു. ഫൈ എന്ന് പറയുന്ന ആംഗിൾ നെഗറ്റീവാണ്, അറിയാമല്ലോ. ആംഗിൾ എടുക്കുന്നത് ഇപ്പോൾ ഇത് വി ആണ്. ഇങ്ങനെയാണ് നമ്മൾ പോസിറ്റീവ് ആംഗിൾസ് എടുക്കുന്നത്. താഴേക്ക് എടുക്കുന്നതൊക്കെ നെഗറ്റീവ് ആംഗിൾസ് ആണ്. അപ്പം നമ്മൾ ഇവിടെ വി ആൻഡ് ഐ വരച്ചു. ഒരു ലാഗിങ് കറണ്ടാണ്. ദെൻ നമ്മൾ കറണ്ടിൻ്റെ ഫേസർ വരച്ചു. ഇത് വോൾട്ടേജിൻ്റെ ഫേസറാണ്. കറണ്ടിൻ്റെ ഫേസർ വരയ്ക്കുമ്പോഴും ഇതെന്താണ് ഐ കോസ് ഫൈയും, ഇതതിൻ്റെ നെഗറ്റീവ് ഐ സൈൻ ഫൈയും, ഇത് ഐ ആണ്. അതായത് നമ്മൾ വോൾട്ടേജ് റെഫറൻസ് എടുത്തു, അതിൽ നിന്ന് കറണ്ട് ലാഗായിട്ട് വരച്ചു ഐ സം 5 ആംഗിൾസ്. ദെൻ കറണ്ടിൻ്റെ കമ്പോണൻസ് എടുക്കുന്നു. ഐ എന്ന് പറയുന്ന കറണ്ടിൻ്റെ കമ്പോണൻറ്റ്. ദിസ് ഈസ് ഐ കോസ് 5 ആൻഡ് ദിസ് ഈസ് ഐ സൈൻ 5 ആണല്ലോ. അതറിയാലോ നിങ്ങൾക്ക്. ഐയുടെ കമ്പോണൻസ് 2 എണ്ണമാണ്. ഐ കോസ് 5 വരും, ഐ സൈൻ 5 വരും. അപ്പോൾ ദിസ് ഈസ് ഐ കോസ് 5 ആൻഡ് ദിസ് ഈസ് ഐ സൈൻ 5 എന്ന് കിട്ടും. സോ അത് മാർക്ക് ചെയ്ത് ഐ കോസ് 5 ആൻഡ് ഐ സൈൻ 5. ദെൻ ഇവിടെ നമുക്ക് വോൾട്ടേജ് കൊണ്ട് എല്ലാ സൈഡും മൾട്ടിപ്ലൈ ചെയ്യാം. വി ഐ കോസ് 5, വി ഇൻറ്റു ഐ സൈൻ 5, വി ഇൻറ്റു ഐ. അങ്ങനെയാണ് പവർ ട്രയാങ്കിൾ കിട്ടുന്നത്. ഇതിപ്പോൾ നമ്മൾ ലാഗിൻ്റെയാണ് വരച്ച്. ഇൻഡക്റ്റീവ് ആയിട്ടുള്ള ഒരു സർക്യൂട്ട് ആർ എൽ സർക്യൂട്ട് ആണെങ്കിൽ ഇങ്ങനെ വരും. ഇനി കപ്പാസിറ്റീവ് ആണ് സർക്യൂട്ടെങ്കിൽ മേളിലേക്കായിരിക്കും ഫേസ് വരുന്നത്. ദാറ്റ് ഈസ് ലീഡ് ചെയ്യുവാണല്ലോ കറണ്ട്. സോ ഇങ്ങനെ വരും. അഗെയിൻ ഐയുടെ കമ്പോണൻസ് ഐ കോസ് 5ഉം ഐ സൈൻ 5ഉം വരും. അത് രണ്ടിനും വി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. വി ഐ കോസ് 5, വി ഐ സൈൻ 5 ആൻഡ് വി ഇൻറ്റു ഐ. അപ്പോൾ ആക്റ്റീവ് പവറിന് ഇക്വേഷൻ പി ഇസിക്കൽ ടു വി ഐ കോസ് 5 വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഐ സ്ക്വയർ ആർ എന്ന് കിട്ടും. ക്യൂ ഇസിക്കൽ ടു വി ഐ സൈൻ 5 റിയാക്റ്റീവ് പവർ എന്ന് പറഞ്ഞാൽ ഐ സ്ക്വയർ എക്സ് എന്ന് കിട്ടും. ദെൻ കോംപ്ലക്സ് പവർ എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. കോംപ്ലക്സ് പവർ എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ പറഞ്ഞല്ലോ, എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു. 3 സൈഡുണ്ട് പവർ ട്രയാങ്കിളിന്. ഏതൊക്കെയാണ്? എസ്, പി ആൻഡ് ക്യൂ. അതായത് അപ്പാരൻറ്റ് പവർ വി ഇൻറ്റു ഐയിലുള്ളത്, പി എന്ന് പറയുന്ന ആക്റ്റീവ് പവർ വാട്ട്സിൽ നമ്മൾ പറയുന്നത്, ക്യൂ എന്ന് പറയുന്ന റിയാക്റ്റീവ് പവർ വോൾട്ട് ആംപിയർ റിയാക്റ്റീവിൽ പറയുന്നത്. ഇങ്ങനെ പവർ ട്രയാങ്കിളിൽ നമുക്ക് 3 പവർ മാർക്ക് ചെയ്യുന്നുണ്ട്. അതിനെ എല്ലാ എലമെൻസും കൂടെ ചേർന്ന് തന്നെയാണ് നമ്മളതിനെ കോംപ്ലക്സ് പവർ എന്ന് പറയുന്നത്. ഡിനോട്ടഡ് ബൈ എസ് എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. വി ഈസ് ഈക്വൽ ടു ഇറൈസ് ടു ജെ തീറ്റ എന്ന് എടുക്കുക. അതുപോലെ ഐ ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു ഇറൈസ് ടു ജെ തീറ്റ പ്ലസ് 5. ഫേസ് ഡിഫറൻസ് ആണ് 5. സോ ദെൻ വി ഐ എന്ന് പറയുന്നത് വി ഐയുടെ കോംപ്ലിമെൻറ്റ്, വി ഐ കോംപ്ലിമെൻ്റ് എന്നാണ് നമ്മൾ കോംപ്ലക്സ് പവറിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. വി ഐ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് എന്താ? വി എന്ന് പറയുന്നത് വി ഇറൈസ് ടു ജെ തീറ്റ തന്നെ. വി ഇറൈസ് ടു ജെ തീറ്റ എന്ന് കിട്ടും. ഐ എന്ന് പറയുന്നത് എന്താ? ഐയുടെ കോംപ്ലിമെൻറ്റ്. കോംപ്ലിമെൻ്റ് എന്ന് പറയുമ്പോൾ ജെയുടെ ടേം നെഗറ്റീവ് ആവും. ദാറ്റ് ഈസ് ഐ ഇൻറ്റു ഇറൈസ് ടു മൈനസ് ജെ തീറ്റ പ്ലസ് 5 എന്ന് കിട്ടും. സോ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം. വി ഇൻറ്റു ഐ, വി ഇൻറ്റു ഐ ഇറൈസ് ടു മൈനസ് ജെ 5 എന്ന് കിട്ടും. അതായത് ഇറൈസ് ടു ജെ തീറ്റ ഇൻറ്റു ഇറൈസ് ടു മൈനസ് ജെ തീറ്റ പ്ലസ് 5. എങ്ങനെ വരും? എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എന്നിൻ്റെ റെപ്രസെൻറ്റേഷൻ എങ്ങനെയാണ്? എ റൈസ് ടു എം പ്ലസ് എൻ. ദാറ്റ് ഈസ് ജെ തീറ്റ മൈനസ് ജെ തീറ്റ പോവും. പിന്നെ റിമൈനിങ് ഉള്ളത് മൈനസ് ജെ 5 ആണ്. അപ്പം വി ഐ ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ജെ 5 എന്നാണ് നമുക്ക് കോംപ്ലക്സ് പവർ കിട്ടുന്നത്. ദാറ്റ് ഈസ് വി ഐ ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ജെ 5 എന്ന് പറഞ്ഞാൽ എന്താ? കോസ് 5 മൈനസ് ജെ സൈൻ 5. ഇറൈസ് ടു ജെ തീറ്റ എന്ന് പറഞ്ഞാൽ പ്ലസ് ഓർ മൈനസ് ജെ തീറ്റ എന്ന് പറഞ്ഞ് പഠിച്ചെടുക്കണം. ഇറൈസ് ടു ജെ തീറ്റ എന്ന്
പറയുന്നത് കോസ് തീറ്റ പ്ലസ് ജെ സൈൻ തീറ്റ ആണ്. ഇപ്പോൾ ഇവിടെ മൈനസ് ആണ്. സോ കോസ് 5 മൈനസ് ജെ സൈൻ 5 വി ഐ ഇൻറ്റു കോസ് 5 മൈനസ് ജെ സൈൻ 5. അപ്പം വി ഐ ഇൻറ്റു കോസ് 5 ഇസ് ആക്റ്റീവ് പവർ മൈനസ് ജെ ഇൻറ്റു വി ഐ സൈൻ 5 ഇസ് റിയാക്റ്റീവ് പവർ. സോ കോംപ്ലക്സ് പവർ S is equal to P minus JQ. S is apparent power അല്ലെങ്കിൽ complex power which is equal to P minus JQ. It is obviously for a capacitive circuit. എന്തുകൊണ്ടാണ് കപ്പാസിറ്റീവ് സർക്യൂട്ട് എന്ന് ഇവിടെ നിങ്ങൾക്ക് പറയാൻ പറ്റിയതെന്ന് മനസ്സിലായോ? വോൾട്ടേജ് ഈസ് വി റേസ് ടു ജെ തീറ്റ, കറണ്ട് ഈസ് ഇ റേസ് ടു ജെ തീറ്റ പ്ലസ് 5. ദാറ്റ് ഈസ് വോൾട്ടേജ് ഈസ് ഇ റേസ് ടു ജെ തീറ്റ, കറണ്ട് ഈസ് ഇ റേസ് ടു ജെ തീറ്റ പ്ലസ് 5. കറണ്ടാണ് നേരത്തെ വരുന്നത്, ഇത് വോൾട്ടേജാണ്. പക്ഷേ ഇതാണ് കപ്പാസിറ്റർ. അപ്പം ഇനി ചോദിച്ചത് നിങ്ങളോട് ഇ റേസ് ടു ജെ തീറ്റ മൈനസ് 5 ആണെങ്കിൽ ദിസ് ഈസ് വോൾട്ടേജ്, ഇവിടെ കറണ്ട് ലാഗ് ചെയ്യുവാണ് കറണ്ട്. അപ്പം ഇ റേസ് ടു ജെ തീറ്റ മൈനസ് 5 എന്നാണ് വരുന്നത്. ഇവിടെ ലീഡിങ് ആണ്. സോ ഇറ്റ് ഈസ് എ പ്യുവർലി കപ്പാസിറ്റീവ് സർക്യൂട്ട്. ഇതുപോലെ നമുക്ക് ഇൻഡക്ടറിൻ്റെ എഴുതാൻ കണ്ടോ? ഇൻഡക്ടറിൻ്റെ എഴുതിയിരിക്കുന്നത് ഇ റേസ് ടു ജെ തീറ്റ, വി എന്ന് പറയുന്നത് വി റേസ് ടു ജെ തീറ്റ, പക്ഷേ ഐ എന്ന് പറയുന്നത് എന്ത് വരും? ഇ റേസ് ടു മൈനസ് ജെ തീറ്റ മൈനസ് 5. അതാണ് ലാഗിങ് ആയിട്ടുള്ളത്. സോ വി ഐ കോസ് 5 പ്ലസ് ജെ വി ഐ സൈൻ 5 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ആക്റ്റീവ് പവർ പ്ലസ് ജെ ഇൻറ്റു റിയാക്റ്റീവ് പവർ. അപ്പം നമുക്ക് കിട്ടുന്ന കോംപ്ലക്സ് പവർ എന്ന് പറയുന്നത് പ്ലസ് ഓർ മൈനസ് ക്യൂ എന്ന് വരും. പി പ്ലസ് ഓർ മൈനസ് ജെ ക്യൂ എന്ന് വരും. പ്ലസ് ക്യൂ ഇൻഡിക്കേറ്റ്സ് ലാഗിങ് റിയാക്റ്റീവ് പവർ, മൈനസ് ക്യൂ ഇൻഡിക്കേറ്റ്സ് ലീഡിങ് റിയാക്റ്റീവ് പവർ. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. കോംപ്ലക്സ് പവറിൻ്റെ കൺസെപ്റ്റ് നിങ്ങൾക്ക് പഠിക്കാനുള്ളതാണ്. ദാറ്റ് ഈസ് എസ് ഇസ് ഈക്വൽ ടു പി പ്ലസ് ഓർ മൈനസ് ജെ ക്യൂ ആണ് കോംപ്ലക്സ് പവർ എന്ന് പറയുന്നത്. P plus or minus JQ. P is active power, Q is reactive power, S is apparent power. അപ്പം അതിനകത്ത് വി ഐ കോസ് 5 എന്ന് പറയുന്നതാണ് ആക്റ്റീവ് പവർ, വി ഐ സൈൻ 5 ആണ് റിയാക്റ്റീവ് പവർ. ഇവിടെ പ്ലസ് വേണോ മൈനസ് വേണോ എന്ന് തീരുമാനിക്കുന്നത് കപ്പാസിറ്റീവ് ആണോ ഇൻഡക്റ്റീവ് ആണോ എന്നനുസരിച്ചിരിക്കും. അപ്പം മൈനസ് ക്യൂ ആണെങ്കിൽ ഇറ്റ് ഈസ് കപ്പാസിറ്റീവ്, പ്ലസ് ക്യൂ ആണെങ്കിൽ ഇറ്റ് ഈസ് ഇൻഡക്റ്റീവ്.